മക്കളെ, ഇന്ന് നമുക്ക് എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സാം ആയതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ കവിതയുടെ ആശയങ്ങൾ പഠിച്ചു വെക്കണം എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. നമുക്കിവിടെ 12 ചാപ്റ്ററാണ് വരുന്നത്. അതിൽ 6 പാഠഭാഗങ്ങളും അതുപോലെ തന്നെ 6 കവിതയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും 2 ഹായ്ക്കു നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹായ്ക്കു അതായത് ഹായ്ക്കും ദോഹയും ജിന്ദഗി കാ സഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹായ്ക്കു പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മധുർ വചൻ എന്ന ദോഹയും പഠിക്കാനുണ്ട്. അങ്ങനെ 2 ദോഹയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്നും നിങ്ങൾക്ക് 2 മാർക്കിനാണ് ചോദ്യം വരുന്നത്. 2 മാർക്കിന്, അതായത് അതിൻ്റെ ആശയം എഴുതാനായിട്ട് അതിൽ 2 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾക്കുണ്ടാവുക. അതായത് കവിതയുടെ വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയും. അത് 2 മാർക്കിനാണ് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിലും 2 മാർക്കാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ജിന്ദഗി കാ സഫർ ഹായ്ക്കു അതും 2 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെ അതിൽ നിന്നും 1 മാർക്കിൻ്റെ ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. 1 മാർക്കിൻ്റെ ചോദ്യം. ആശയം എഴുതാൻ പറയുന്നത്, അതായത് ഭാവാർത്ഥം എഴുതുക തന്നിരിക്കുന്ന വരികളുടെ. സൂപ്പ് സുബായി പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാൻ പറയുമ്പോൾ 2 മാർക്കിനാണ്. അത് നിങ്ങൾക്ക് 2 ലൈൻ, ഏറ്റവും ഷോർട്ടായിട്ട് 2 ലൈൻ എഴുതിയാൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ജിന്ദഗി കാ സഫർ എന്ന ഹായ്ക്കുവിലെ 2 മാർക്കിന് ആൻസർ എഴുതേണ്ടത് എന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. അതുപോലെ തന്നെ മധുർ വചൻ ദോഹെ 2 മാർക്കിന് വളരെ സിമ്പിളായിട്ട് എഴുതുന്ന ആൻസറും തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് 4 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ്. 4 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ, അതായത് കവിതയുടെ ആശയം. 4 മാർക്കിൻ്റെ നിങ്ങൾ പഠിക്കേണ്ട കവിതകൾ, 4 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട കവിതകൾ: മേരി ദുനിയാ കെ തമാം ബച്ചേ ഈ കവിത, അതുപോലെ തന്നെ പൈദൽ ചൽത്താ ഹുവാ ആത്മീ, സിലാ ബീൻതി ലഡ്കിയാം, ഒരു കവിതയും കൂടെ ഉണ്ട്. 4 കവിതയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് മേരി ദുനിയാ കെ തമാം ബച്ചേ, പിന്നെ ഏക് തിനുക്ക എന്നൊരു കവിത കൂടി വരുന്നുണ്ട്. ഏക് തിനുക്ക എന്ന കവിത. ഓക്കെ, അപ്പം നിങ്ങൾ 4 മാർക്കിന് പഠിക്കേണ്ട കവിതകളാണ് മേരി ദുനിയാ കെ തമാം ബച്ചേ, ഏക് തിനുക്ക, പൈദൽ ചൽത്താ ഹുവാ ആത്മീ, സീല ബിൻതി ലഡ്കിയാം. ഈ 4 കവിതയും നിങ്ങൾ 4 മാർക്കിന് പഠിക്കണം. 1 സീല ബിൻതി ലഡ്കിയാം, 2 പൈദൽ ചൽത്താ ഹുവാ ആത്മീ, 3 ഏക് തിനുക്ക, 4 മേരി ദുനിയാ കെ തമാം ബച്ചേ. ഇങ്ങനെ 4 കവിതകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആരാണ് കവിത എഴുതിയിരിക്കുന്നത് എന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടി. കവിത എഴുതിയ ആളെ ആദ്യം തന്നെ പഠിച്ചു വെക്കുക. മേരി ദുനിയാ കെ തമാം ബച്ചേ ആരാണ് എഴുതിയത്? അദ്നാൻ കഫീൽ ദർവേഷ് ആണ് മേരി ദുനിയാ കെ തമാം ബച്ചേ എന്ന കവിത എഴുതിയത്. അതുപോലെ തന്നെ ഏക് തിനുക്ക എന്ന കവിത ആരാണ് എഴുതിയത്? അയോധ്യ സിംഹോപാധി അരിയൗദാണ് ഏക് തിനുക്ക എന്ന കവിത എഴുതിയിരിക്കുന്നത്. പൈദൽ ചൽത്താ ഹുവാ ആത്മീ എന്ന കവിത എഴുതിയിരിക്കുന്നത് സ്വപ്നിൽ ശ്രീവാത്സവാണ്. സിലാ ബിൻതി ലഡ്കിയാം ഏകാന്ത് ശ്രീവാത്സവാണ് സീലാ ബിൻതി ലഡ്കിയാം എന്ന കവിത എഴുതിയത്. ഇനി എങ്ങനെ ഇതിന് 1 മാർക്ക് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു തരാം. സീലാ ബിൻതി ലഡ്കിയാം കവിത ഏകാന്ത് ശ്രീവാത്സവിനെ ലിഖാഹെ എന്നെഴുതാം. അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും 1 മാർക്ക് കിട്ടും. അങ്ങനെയല്ലെങ്കിൽ ഏകാന്ത് ശ്രീവാത്സവിനെ ലിഖി ഹുയി കവിത ഹേ സീലാ ബിൻതി ലഡ്കിയാം. മനസ്സിലായല്ലോ?
അപ്പോൾ ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. എന്നിട്ട് ഇന്ന കവിത എഴുതിയിരിക്കുന്നത് ഇന്ന കവിയാണ് എന്ന് ഒരു സെൻറ്റൻസ് എഴുതാം. शीला बिनती लड़कियां एकांत श्रीवास्तव. एकांत श्रीवास्तव ने लिखा हुआ कविता है शीला बिनती लड़कियां. അല്ലെങ്കിൽ शीला बिनती लड़कियां കവിത ഏകാന്ത് ശ്രീവാത്സവിനെ ലിഖാ ഹെ. അതുപോലെ എല്ലാ കവിതയും അതുപോലെ കവിയുടെ പേര് വെച്ചിട്ട് ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ആ കവിത ആരാണ് എഴുതിയത്, കവിതയും ആ കവിത എഴുതിയത് ആരാണെന്നും കുട്ടികൾക്കറിയാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ലഭിക്കുന്നതാണ്. ആ കവിത ആരാണ് എഴുതിയത് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാർക്ക് ലഭിക്കും. പിന്നെ തന്നിരിക്കുന്ന വരികൾ നോക്കി അതിൻ്റെ ആശയം എഴുതുക. 4 മാർക്കിന് എങ്ങനെയാണ് ആശയം എഴുതേണ്ടത് എന്ന് വിശദമായിട്ട് ഈ 4 കവിതയുടെയും ആശയം മാത്രമുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. 4 കവിതയുടെയും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ 4 കവിതയുടെയും ആശയം എങ്ങനെ എഴുതാം എന്ന 4 കവിതയുടെ ആശയം എഴുതിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് കാണുക. ഓക്കെ. പിന്നെ നമുക്കിതിൽ നിന്ന് വരുന്നത് വിഭക്തി പ്രത്യയവും സർവനാമവും ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം. വഹ്, യഹ്, വേ, യേ, അങ്ങനെ നമുക്ക് വിഭക്തി പ്രത്യയവും സർവനാമവും ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം നമ്മൾ പഠിച്ചതാണ്. അത് 1 മാർക്കിന് ചോദിക്കും, നിർബന്ധമായിട്ടും വരുന്നതാണ്. വഹ് വരുമ്പോൾ എപ്പോഴും ഉസ് എന്നാണ് മാറുന്നത്. യഹ് വരുമ്പോൾ ഇസ് എന്നാണ് മാറുന്നത്. വേ വരുന്ന സമയത്ത് ഉൻ എന്നാണ്, വേ ഉൻ. യേ ഇൻ എന്നാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. യേ എന്നത് ഇൻ എന്നും വേ എന്നത് ഉൻ എന്നും യഹ് എന്നത് ഇസ് എന്നും വഹ് എന്നത് ഉസ് എന്നുമാണ് രൂപമാറ്റം സംഭവിക്കുന്നത്. അതിൻ്റെ കൂടെ കാ, കെ, കി എന്ന് ചേർക്കുമ്പോൾ ഉസ്ക, ഉസ്കെ, ഉസ്കി, ഇൻക, ഇൻകെ, ഇൻകി, ഉൻക, ഉൻകെ, ഉൻകി, ഇസ്ക, ഇസ്കെ, ഇസ്കി, അങ്ങനെ വരും. മനസ്സിലായോ? പിന്നെ മേം എന്നതാണ്. മേം പ്ലസ് ക മേര എന്നാണ് മാറുന്നത്. മേര, മേരെ, മേരി. മേം പ്ലസ് കോ ആണ് മുജ്കോ അല്ലെങ്കിൽ മുജേ. മേം പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജേ. പിന്നെ നേയിലാണ് മാറ്റം വരുന്നത്. വേ പ്ലസ് നേ ഉനേം. വേ പ്ലസ് നേ എന്തായി മാറുന്നു? ഉനേം. വേ എന്നത് ഉൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഉൻ ആണ് വേ എന്നതെന്ന് പഠിച്ചു. വേ പ്ലസ് നേ വരുമ്പോൾ ഉനേം. ഉനേം അല്ലെങ്കിൽ ഉനോനെ. ഉനോനെ എഴുതുമ്പോൾ ഉൻഹോംനെ എന്ന് എഴുതും. വായിക്കുന്നത് ഉനോനെ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത് 4 കവിതയുടെ ആശയം പഠിക്കുക. 6ഉം 6ഉം 12 ചാപ്റ്ററാണ് നിങ്ങൾക്കുള്ളത്. 6 കവിതയും 6 പാഠഭാഗങ്ങളുമാണുള്ളത്. അതിൽ നിങ്ങൾ 4 കവിതയുടെ ആശയം നിർബന്ധമായിട്ട് പഠിക്കുക. അത് ഏതൊക്കെ കവിതയാണ് എന്ന് പറഞ്ഞു തന്നു. പിന്നീട് വരുന്നത് 3 മാർക്കിൻ്റെ വാക്യപിരമിഡാണ്. വാക്യവിസ്താർ. വാക്യവിസ്താർ എല്ലാ പാഠത്തിൽ നിന്നുമുള്ള വാക്യവിസ്താർ മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗിടുക്കി മുതൽ ലാസ്റ്റ് വരെയുള്ള ചാപ്റ്ററിലെ വാക്യവിസ്താർ, ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ വാക്യവിസ്താർ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വാക്യവിസ്താർ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. അപ്പോൾ അത്രയാണ് നമ്മുടെ പാഠഭാഗത്തിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.